Assalamu alaikum, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലഫി ആയിട്ടുള്ള ഒരു പാൻകേക്ക് ആണ്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 3/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിക്കണം. ഒരു മുട്ടയുടെ മഞ്ഞയും 3 മുട്ടയുടെ വെള്ളയും വേണം. ഇനി നമുക്ക് പാൻകേക്കിനുള്ള മിക്സ് റെഡിയാക്കാം. 1/2 കപ്പ് ബട്ടർമിൽക്ക് എടുക്കുക. ഒരു മുട്ടയുടെ മഞ്ഞ ചേർക്കുക. 1/4 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രൈൻഡ് ചെയ്തിട്ടിടുക. 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം മൈദ കുറേശ്ശെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇത് മാറ്റി വെക്കുക. എഗ് വൈറ്റിന് നന്നായി ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യണം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കുക. ഒന്ന് പതഞ്ഞു വരുമ്പോൾ ഇതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. എഗ് വൈറ്റ് നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് മൈദ മിക്സിയിലോട്ട് സ്ലോ ആയിട്ട് മിക്സ് ചെയ്യുക. ഒരു 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. ലാസ്റ്റ് വനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് മിക്സ് ചെയ്ത് ഇപ്പോൾ ബാറ്റർ റെഡിയായി. ഇനി നമുക്കിത് പാനിൽ ചുട്ടെടുക്കാം. ഇതിൽ ഓയിലോ ബട്ടറോ ഒന്നും തടവേണ്ട ആവശ്യമില്ല. ഇത് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്ക് റെഡിയായി. നമുക്കിത് സെർവ് ചെയ്യാം. ഇതിലേക്കുള്ള ബട്ടർ മിൽക്കിന് വേണ്ടി 1 കപ്പ് പാലിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് മിക്സ് ചെയ്ത് 5 മിനിറ്റ് മാറ്റി വെക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻകേക്കാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.